ടോപ് 10 സ്പെഷ്യൽ സ്റ്റോറി നോക്കാം. അങ്കണവാടി ജീവനക്കാർ നേരിടുന്ന ജോലി സമ്മർദ്ദത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ തീരുമാനിച്ച അങ്കണവാടി ജീവനക്കാരും ഹെൽപ്പർമാരും ജോലി ചെയ്യാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉത്തരവുകൾ നടപ്പിലാക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നുമാണ് ജീവനക്കാരുടെ പ്രധാന ആവശ്യം. വാർത്ത കാണാം. അങ്കണവാടികളിലൂടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന്റെ ഭാഗമായി ഉപഭോക്താക്കളുടെ ഫേസ് റെക്കഗ്നിഷൻ സിസ്റ്റം, പോഷൻ ട്രാക്കർ, EKYC എന്നീ ഓൺലൈൻ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കുന്നതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളായ മൊബൈൽ, ടാബ്, ഇന്റർനെറ്റ് സൗകര്യം ഒരുക്കുക, സ്പെഷ്യൽ ഡ്രൈവിന്റെ പേരിൽ ഉദ്യോഗസ്ഥർ ജീവനക്കാരെ മാനസികമായി പീഡിപ്പിക്കുന്നത് അവസാനിപ്പിക്കുക, സർക്കാർ ഉത്തരവുകൾ നടപ്പാക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുക, മിനിമം വേതനം വർദ്ധിപ്പിക്കുക, ഉത്സവ ഭത്ത 5000 രൂപയെ ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജീവനക്കാർ പ്രതിഷേധം ശക്തമാക്കാൻ തയ്യാറെടുക്കുന്നത്. ജോലി ചെയ്യാൻ തങ്ങൾ തയ്യാറാണെന്നും തങ്ങൾക്ക് അടിസ്ഥാന ശമ്പളമായ 60:40 അനുപാതത്തിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ചേർന്ന് വർദ്ധിപ്പിക്കണമെന്നുമാണ് ഇവരുടെ പ്രധാന ആവശ്യം. മാത്രമല്ല, ഞങ്ങൾക്ക് കിട്ടുന്ന 3 പ്രാവശ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഈ പൈസ കിട്ടുന്നത്. ഞങ്ങൾക്ക് കിട്ടുന്ന പഴയ സീനിയായിട്ടുള്ള ആൾക്കാർക്ക് 13,000 രൂപ, വർക്കറിനും ഹെൽപ്പറിന് 9,000 രൂപയും കിട്ടുന്നു. പുതിയതായിട്ട് കയറിയവർക്ക് 8,000-ഉം 12,500-ആണ് കിട്ടുന്നത്. പക്ഷേ ഇത് ഞങ്ങൾക്ക് 3 പ്രാവശ്യമായിട്ടാണ് കിട്ടുന്നത്. ഞങ്ങൾ ഇതിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ പച്ചക്കറി വാങ്ങിക്കുന്നത്, പാലും മുട്ടയും വാങ്ങിക്കുന്നത്, അതുപോലെ വാടക കൊടുക്കുന്നത്, കറണ്ട് ബില്ല് അടയ്ക്കണം, വാട്ടർ ബില്ല് അടയ്ക്കണം. അപ്പോൾ ഞങ്ങൾ കടവും കൂടെ വാങ്ങിച്ചാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മാസം ഇത് ഇത്രയും കൂടെ ചെയ്യാൻ പറ്റും. 10 വർഷത്തിന് മുകളിൽ സർവീസുള്ള ടീച്ചർമാർക്ക് 13,000 രൂപയും ഹെൽപ്പർമാർക്ക് 10,500 രൂപയുമാണ് നിലവിലെ ശമ്പളം. 10 വർഷത്തിന് മുകളിൽ സർവീസുള്ള ടീച്ചർമാർക്ക് 13,000 രൂപയും ഹെൽപ്പർമാർക്ക് 10,500 രൂപയുമാണ് നിലവിലെ ഓണറേറിയം. തങ്ങളെ ജീവനക്കാരായി അംഗീകരിച്ച് 21,000 രൂപ മിനിമം ശമ്പളം നൽകണമെന്ന ആവശ്യവും ഇവർ മുന്നോട്ട് വയ്ക്കുന്നു. വിവിധ ആവശ്യങ്ങൾക്കായി ജീവനക്കാർ ചെലവഴിക്കുന്ന തുകയും സമയബന്ധിതമായി തിരികെ നൽകണമെന്നതും ഇവരുടെ ആവശ്യമാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടാത്ത പക്ഷം പ്രതിഷേധം ശക്തമാക്കാനാണ് ജീവനക്കാരുടെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അങ്കണവാടി ജീവനക്കാരായതിനാൽ തങ്ങൾക്ക് അർഹതപ്പെട്ട ക്ഷേമ പെൻഷനുകളും ആനുകൂല്യങ്ങളും സർക്കാർ നിഷേധിക്കുകയാണെന്ന് ജീവനക്കാർ പറയുന്നു. പ്രതികരണത്തിലേക്ക്. പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ഗുണഭോക്താവിനെ നമ്മൾ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്താൽ അവർക്ക് ആ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ ഫേസ് ക്യാപ്ചറിങ് ചെയ്താൽ മാത്രമേ അത് ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഡാറ്റാസ് ഒന്നും പോകാത്ത അവസ്ഥയിൽ ഫേസ് ക്യാപ്ചറിങ് നടക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് ആ ഗുണഭോക്താവിന് പൈസയും കിട്ടാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ ഗുണഭോക്താക്കളെല്ലാം തന്നെ തിരിയുന്നത് അംഗൻവാടി ടീച്ചർമാരുടെ പക്ഷത്തേക്കാണ്. പിന്നെ നേരം വെളുത്താൽ 9 മണി മുതൽ 3:30 വരെ ഞങ്ങൾ അംഗൻവാടിയിലും അതുപോലെ ഫീൽഡിലുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അതിൻ്റേതായ ഒരു പരിഗണന സർക്കാർ തരുന്നില്ല. തൊഴിലുറപ്പിന് പോയാൽ പോലും അല്ലെങ്കിൽ ഒരു വീട്ടുജോലിക്ക് പോയാൽ പോലും മാന്യമായ ഒരു ശമ്പളമുണ്ട്. പക്ഷേ അംഗൻവാടിക്കാർക്ക് അതില്ല. അംഗൻവാടിക്കാരുടെ വീടുകളിൽ അവരുടെ ഹസ്ബൻഡിന് ക്ഷേമ പെൻഷൻ പോലും എന്താണ്, ഞങ്ങൾ അംഗൻവാടിക്കാരെന്ന ഒറ്റ കാരണം കൊണ്ട് അവർക്ക് ക്ഷേമ പെൻഷൻ പോലും കൊടുക്കുന്നില്ല. ഈ 1,20,000 ഒരു വർഷം കിട്ടിയാൽ ഞങ്ങൾക്ക് ഒന്നിനും ഇല്ലതാണെന്ന് ഞങ്ങൾക്ക് അറിയാവും. പക്ഷേ സർക്കാർ പറയുന്നത് അതെന്താണ്, പക്ഷേ ഞങ്ങൾ തൊഴിലാളികളോ അല്ല, ഞങ്ങൾ ഉദ്യോഗസ്ഥരുമല്ല. പക്ഷേ ഞങ്ങൾക്ക് എന്തില്ല, ഞങ്ങളുടെ വീട്ടിലുള്ള ഹസ്ബൻഡിന് ഞങ്ങളുടെ അംഗൻവാടി പ്രവർത്തക എന്ന ഒറ്റ കാരണം കൊണ്ട് അവർക്ക് ക്ഷേമ പെൻഷൻ പോലും നിഷേധിച്ചിരിക്കുകയാണ്. അല്ല, ഓണസമയം ആകുമ്പോഴേ ഞങ്ങൾ തുച്ഛമായിട്ടുള്ള 1,500 2,000 രൂപയാണ് ഞങ്ങൾക്ക് തരുന്നത്. ഞങ്ങൾ ഒരുപാടൊന്നും ചോദിക്കും, ഞങ്ങളൊരു 5,000 രൂപ മാത്രമാണ് ഞങ്ങൾ ചോദിക്കുക. അതുപോലെ ഞങ്ങൾ ഓണറേറി എന്ന് പറയുന്ന ഓമന പേര് ഞങ്ങൾക്ക് മാറ്റിത്തരണം. ഞങ്ങളുടെ അതുപോലെ ഒരു സർക്കാർ ജീവനക്കാരായിട്ട് മാറ്റിത്തരണമെന്നാണ് ഞങ്ങൾക്ക് വിനീതമായിട്ട് പറയാനുള്ളത്. ഞങ്ങൾ ജോലി ചെയ്യില്ല എന്ന് പറയുന്നില്ല. ഞങ്ങൾക്ക് കിട്ടുന്ന ഓണറേറിയം നോക്കിയല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ രാത്രി 12 മണി വരെയൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അതിനുള്ള ഒരു വേതനവും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. വിവരങ്ങൾ നൽകാൻ രജിത് കുമാറുണ്ട്. രജിത്ത്, നേരത്തെയും ഈ സമാന പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഈ 65,000-ഓളം വരുന്ന സംസ്ഥാനത്തെ അങ്കണവാടി ജീവനക്കാർ സമരത്തിലേക്ക് നീങ്ങുകയാണോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? അശ്വതി, അംഗനവാടി ജീവനക്കാരും ഹെൽപ്പർമാരുമാണ് സമരവുമായി രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധവുമായി കഴിഞ്ഞ ദിവസം അവർ രംഗത്തേക്ക് വന്നിരുന്നു. അവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത് ഫേസ് ഡിറ്റക്ഷൻ എന്ന് പറയുന്ന ഒരു ആപ്പ് അവർ ഉപയോഗിക്കുന്നുണ്ട്. ആ ആപ്പാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. തങ്ങളുടെ കയ്യിലുള്ള ഫോണിലൂടെ ഈ ആപ്പ് പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല. അതിനാവശ്യമായ ഇൻ്റർനെറ്റ് സൗകര്യവും ഫോണുകളും തങ്ങൾക്ക് നൽകണമെന്ന ആവശ്യമാണ് അവർ പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. മറ്റൊന്ന്, തങ്ങൾ നൽകുന്ന സേവനങ്ങൾക്ക് ആവശ്യമായ ശമ്പളം തങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഓണറേറിയമായി ലഭിക്കുന്നത് വളരെ തുച്ഛമായ തുകയാണ്. തങ്ങൾക്ക്
700 രൂപ ദിവസവേതനം ഉൾപ്പെടെ 21,000 രൂപ ഒരു മാസം ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് അവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം. ഒപ്പം തന്നെ രാവിലെ 9 മണി മുതൽ തുടർച്ചയായി രാത്രിയോളം തുടർന്നു വരുന്ന വർക്കാണ് തങ്ങൾ ചെയ്യുന്നത്. ജോലി ചെയ്യുന്നതിൽ തങ്ങൾക്ക് പ്രശ്നമില്ല, കൃത്യമായി ഈ ശമ്പളം ലഭ്യമാക്കണം. കാരണം 3 തവണയായാണ് ഇവർക്ക് പലപ്പോഴും ശമ്പളം ലഭ്യമാക്കുന്നത്. ഇത്തരത്തിൽ വിവിധ ആവശ്യങ്ങൾ, ഒപ്പം തന്നെ ഓണറേറിയമാണ് തങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിലും തങ്ങൾക്ക് ഉത്സവബദ്ധ ഇപ്രാവശ്യം ഓണത്തിന് ഉത്സവബദ്ധ 5,000 രൂപ ലഭ്യമാക്കാനുള്ള നടപടി ഉണ്ടാകണമെന്ന ആവശ്യം കൂടി അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ പല ഉത്തരവുകളും സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ പുറപ്പെടുവിക്കുന്നുണ്ട്. തങ്ങൾക്ക് അനുകൂലമായ ഉത്തരവുകൾ ഉണ്ടെങ്കിൽ കൂടിയും അവയൊന്നും നടപ്പാക്കുന്നില്ല. കാരണം 250 മുതൽ 500 രൂപ വരെ കയ്യിൽ നിന്നെടുത്ത് ചെലവഴിക്കുന്നതിന് പ്രത്യേക ബില്ലുകൾ നൽകണം. എന്നാൽ സംസ്ഥാന സർക്കാർ അത് ബില്ലുകൾ നൽകേണ്ടതില്ല എന്നൊരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും സംസ്ഥാന സർക്കാരിലെ തന്നെ ഉദ്യോഗസ്ഥർ എന്നാൽ ഇതിന് തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്ന പല കാര്യങ്ങളും അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഇത്തരത്തിൽ ഏറെ ബുദ്ധിമുട്ടിയാണ് തങ്ങൾ ഈ ജോലിയുമായി മുന്നോട്ട് പോകുന്നത്. ജോലി ചെയ്യാൻ തയ്യാറാണെങ്കിലും അതിനാവശ്യമായ ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ തങ്ങൾക്ക് ഒരുക്കി നൽകണം എന്ന ആവശ്യം കൂടിയാണ് ഇവർ പറയുന്നത്. ഒപ്പം തങ്ങളുടെ വേതനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടിയും തങ്ങളെ ജീവനക്കാരായി സംസ്ഥാന സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കാനുള്ള നടപടികളിലേക്ക് കടക്കണം എന്ന ആവശ്യം കൂടിയും ഇവർ മുന്നോട്ട് വയ്ക്കുകയാണ്. ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു രജത് കുമാർ.